ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം, അതിന് നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുവാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും വിശുദ്ധരുടെ ഇടയിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം ലഭിക്കുന്നതിനും ഈ വചനം കാരണമായി തീരും. അതുകൊണ്ട് വളരെ താല്പര്യത്തോടും വളരെ പ്രാർത്ഥനയോടും കൂടെ ഈ വചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ഇന്ന് നമ്മൾ അല്പമായി ധ്യാനിക്കുന്ന ഒരു തിരുവചനം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം, ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. ഒരുവനും ദൈവസന്നിധിയിൽ നിയമം അനുസരിച്ചത് കൊണ്ട് ആരും നീതീകരിക്കപ്പെടുന്നില്ലത്രേ. നീതിമാനായ ഒരു മനുഷ്യൻ അവൻ ജീവിക്കുന്നത് വിശ്വാസത്താൽ അത്രേ. ആരാണ് നീതിമാൻ? എങ്ങനെയുള്ളവനാണ് നീതിമാൻ? നീതിമാന്റെ അളവുകോൽ, നീതിയുടെ മാനദണ്ഡം എന്താണ് എന്ന് പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ നമ്മൾ ധാരാളം വായിച്ചു കേട്ടിട്ടുള്ള ഒരു തിരുവചന ഭാഗം, സങ്കീർത്തനം 15-ാം അധ്യായത്തിൽ അവിടെ നീതിയുടെ മാനദണ്ഡത്തെക്കുറിച്ച് പറയുന്നത് ഞാനൊന്ന് പെട്ടെന്ന് വായിക്കാം. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമർപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. പഴയ നിയമത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ഒരു നീതിമാന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത്. ഈ ലക്ഷണങ്ങൾ വെച്ച് ഞാൻ ഒരിക്കൽ എൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കി. ഈ മാനദണ്ഡം അനുസരിച്ചാണോ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പരിശോധിച്ചപ്പോൾ നിഷ്കളങ്കനായിട്ട് ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ ഗണത്തിൽ എന്നെ പെടുത്താൻ കൊള്ളത്തില്ല. കാരണം ഞാൻ ഒരുപാട് നുണ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വാക്യം പറയുകയാണ്, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ഞാനിതെല്ലാം ചെയ്തിട്ടുണ്ട്. അടുത്ത ശ്രദ്ധിച്ചു, ദുഷ്ടനെ പരിഹാസനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും ചെയ്യുന്നവൻ. ഇത് വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ നേരെ തിരിച്ചാണ് നടന്നിട്ടുള്ളത്. ഞാൻ ദുഷ്ടനെ നല്ലവനായി കരുതി ദൈവഭക്തന്മാരെ കണക്കറ്റ് പരിഹസിച്ചിട്ടുമുണ്ട്. വീണ്ടും പറയണം, നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റിയവൻ. ഞാൻ ഒരുപാട് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, പക്ഷേ ആ പ്രതിജ്ഞകളൊന്നും നിറവേറ്റിയിട്ടില്ല. അടുത്ത വചനം വായിച്ചപ്പോൾ എനിക്കൊരു അല്പം ആശ്വാസം തോന്നി. കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഞാനിത് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, അത് കയ്യിൽ പൈസ ഇല്ലായിരുന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അതും ചെയ്തേനെ. കടത്തിന് പലിശ കൊടുത്തേനെ, പലിശയ്ക്ക് ഞാൻ കടം കൊടുത്തേനെ. തീർച്ചയായിട്ടും അത് ഞാൻ ചെയ്തേനെ. പൈസ ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്തില്ല. അപ്പോൾ ഈ 15-ാം സങ്കീർത്തനത്തിൻ്റെ മാനദണ്ഡം വെച്ച് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഈ മാനദണ്ഡം അനുസരിച്ച് ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഞാൻ വചനം വായിച്ചപ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ഞാൻ വന്നപ്പോൾ അവിടെ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം
2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലും ഈ ലോകം മുഴുവനുള്ള സകല മനുഷ്യരുടെയും ജീവിതത്തിലും നമ്മൾ കേട്ട ആ മാനദണ്ഡം അനുസരിച്ച്, ആ അളവുകോലനുസരിച്ച് നീതിയോടെ ജീവിക്കാൻ ഈ ലോകത്ത് മനുഷ്യനായി പിറന്ന ആർക്കും സാധിച്ചിട്ടില്ല, ഇനിയൊട്ട് സാധിക്കുകയുമില്ല. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ പോകും? അപ്പോൾ ഞാൻ ആ റോമാലേഖനം തുറന്നു വായിച്ചു വന്നപ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന ഏവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമം വഴിയും പ്രവാചകന്മാർ വഴിയും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ആ നീതിക്കനുസരിച്ച് നമുക്കാർക്കും ജീവിക്കാൻ, രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ലെന്നിരിക്കെ ഈ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ഈ നീതി എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. എങ്ങനെയാണ് ദൈവം യേശുക്രിസ്തു വഴിയായി നമ്മെ സൗജന്യമായി നീതീകരിച്ചു വീണ്ടെടുത്തത്? ആ 26-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും അപ്രകാരം യേശുവിൽ വിശ്വസിക്കുന്നവരെയും അവൻ നീതീകരിക്കുന്നവനാണെന്നും ദൈവം തെളിയിച്ചു. ചുരുക്കി പറഞ്ഞാൽ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, യേശു എൻ്റെ പാപങ്ങളെ ഏറ്റെടുത്തു, അവൻ എന്നെ സൗജന്യമായി നീതീകരിച്ചു എന്ന സത്യം, നമ്മുടെ പാപങ്ങൾ നമുക്കെതിരെ കണക്കിട്ടിട്ട് പോലും ഇല്ല എന്ന ദൈവിക സത്യം, നമ്മുടെ പാപങ്ങൾ നമുക്കെതിരെ ദൈവം കണക്കിലെടുത്തിട്ട് പോലും ഇല്ല എന്നുള്ള ആ ദൈവിക സത്യം ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ ആ വ്യക്തി ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയായി തീരുകയാണ്. പ്രൈസ് ദ ലോർഡ്. അത് നമ്മുടെ കഴിവോ നമ്മുടെ പുണ്യങ്ങളോ നമ്മുടെ മേന്മകളോ നമ്മുടെ യാതൊരുവിധ യോഗ്യതയോ കൊണ്ടുമല്ല അത് സംഭവിച്ചത്. പിന്നെയോ യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മെ ഒരു വലിയ സത്യമറിയിക്കുകയാണ്. നിങ്ങളുടെ പാപങ്ങളൊന്നും ദൈവം നിങ്ങൾക്കെതിരെ പരിഗണിച്ചിട്ട് പോലുമില്ലത്രേ. ഈ സത്യം
ഏതൊരു വ്യക്തി ഒരു വെളിപാടായി അവൻ്റെ ഉള്ളിൽ സ്വീകരിക്കുന്നുവോ, ഈ സത്യത്തെ ആര് തിരിച്ചറിയുന്നുവോ, അവരെല്ലാവരും ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരായി തീരുകയാണ്. റോമാലേഖനത്തിൽ 2-ാം അധ്യായം തുടങ്ങിയപ്പോൾ നമ്മളിങ്ങനെ വായിച്ചു, എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവരും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. എന്നാൽ യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, യേശു എൻ്റെ പാപത്തിന് പരിഹാരമായി അവൻ കാൽവറിയിൽ മരിച്ചു എന്ന സത്യത്തെ ഒരു വ്യക്തി വിശ്വസിച്ച് അത് ഏറ്റുപറയുമ്പോൾ അവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയായി തീരുകയും അവൻ നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ഇത് വ്യക്തമാക്കി തരാം. ഞാൻ ഒരിക്കൽ മാർക്കറ്റിൽ പോയി ഒരു നല്ല മാങ്ങാപ്പഴം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഒരു മൂവാണ്ടൻ മാങ്ങയായിരുന്നത്. ഞാൻ ആ പഴം തിന്നപ്പോൾ വളരെ രുചികരമായിട്ട് തോന്നി. തിന്നു കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വിത്ത് മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അതവിടെ കിടന്നു വളർന്നു. വർഷങ്ങൾ കൊണ്ട് അതൊരു വലിയ മരമായി. അതിൽ ആയിരക്കണക്കിന് മാങ്ങകളുണ്ടായി. ആ മാങ്ങകളെല്ലാം വീണ്ടും പലരും ഭക്ഷിച്ചു. പല ദേശങ്ങളിൽ കൊണ്ടുപോയി ആ വിത്തുകൾ പലരും കുഴിച്ചിട്ടു. അതെല്ലാം അവിടെ കിടന്ന് ഓരോ മാവുകളായിട്ട് വളർന്നു. ഇപ്പോൾ ആയിരക്കണക്കിന് മാവുകളുണ്ടായി. അതിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മാങ്ങകൾ ഉണ്ടാവുകയും ചെയ്തു. എന്തു മാങ്ങയായിരിക്കും അതിലുണ്ടായിരിക്കുന്നത്? നമുക്കറിയാം, തീർച്ചയായിട്ടും മൂവാണ്ടം മാങ്ങ തന്നെയായിരിക്കും ആ മാവുകളിലെല്ലാം കിളിർത്തു വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ആദത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നാൽ ആദം പിശാചിൻ്റെ വഞ്ചനയിൽ കുടുങ്ങിയപ്പോൾ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദം ദൈവമഹത്വം നഷ്ടപ്പെടുത്തി പാപിയായി തീർന്നു കഴിഞ്ഞപ്പോൾ, ആദത്തിൽ സൃഷ്ടിക്കപ്പെട്ട അവസാന മനുഷ്യൻ വരെ, ഞാനും നിങ്ങളും ഇനി വരാനിരിക്കുന്ന തലമുറകളുമെല്ലാം പാപത്തിൻ്റെ അടിമത്തത്തിലായി തീർന്നു. എല്ലാവരും പാപത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ മൂവാണ്ടമാവ് ഒരു ദിവസം ആലോചിച്ചു, എനിക്ക് എന്നും ഇങ്ങനെ ഈ മൂവാണ്ടൻ പഴം തന്നെ പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നാൽ ശരിയാകത്തില്ല. അടുത്ത വർഷം ഞാൻ കിളിർക്കുമ്പോൾ ഞാൻ കുറേ കൂടെ മെച്ചപ്പെട്ട മാങ്ങ ഏതാ ഒരെണ്ണം, ഒരു അൽഫോൺസ് മാമ്പഴം എന്ന് വിചാരിക്കട്ടെ. ഞാൻ അടുത്ത വർഷം അൽഫോൺസ് മാമ്പഴം ഞാൻ സൃഷ്ടിക്കും. അങ്ങനെ ആ മൂവാണ്ടമ്മ ഒരു നല്ല തീരുമാനമെടുത്തു. അടുത്ത വർഷം ഞാൻ പൂക്കും, കിളിർക്കും, കായ്ക്കും, നല്ല ഒന്നാന്തരൻ അൽഫോൺസ മാമ്പഴം എന്നിൽ നിന്ന് പുറപ്പെടുവിക്കും. അടുത്ത വർഷവും മാവ് കിളിർത്തു, അത് ഫലം പുറപ്പെടുവിച്ചു. എന്തു മാങ്ങ ഉണ്ടായി? നമുക്കറിയാം, മൂവാണ്ടം മാങ്ങ തന്നെ ഉണ്ടായി. അതിനൊരിക്കലും അൽഫോൺസ മാമ്പഴം അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപിയായ ഒരു മനുഷ്യന് അവനൊരിക്കലും അവൻ്റെ പ്രയത്നം കൊണ്ടോ, അവൻ്റെ പ്രാർത്ഥന കൊണ്ടോ, അവൻ്റെ കഴിവ് കൊണ്ടോ, അവൻ്റെ മെച്ചം കൊണ്ടോ അവനൊരിക്കലും നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ അവന് സ്വന്തം കഴിവിൽ ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ ഈ മൂവാണ്ടമ്മ ഒരു തീരുമാനമെടുത്തു, അങ്ങനെയെങ്കിൽ അടുത്ത വർഷം മുതൽ ഞാൻ ഒരിക്കലും മാങ്ങ കിളിർപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണല്ലോ, എനിക്ക് മടുത്തു, അതുകൊണ്ട് ഞാൻ ഇനി ഒരു കാരണവശാലും ഞാൻ ഇനി മാങ്ങ കിളിർപ്പിക്കത്തില്ല. പക്ഷേ അടുത്ത വർഷമായപ്പോഴും അതുപോലെ തന്നെ മാവ് കിളിർത്തു, മാങ്ങയുണ്ടായി. എന്ത് മാങ്ങയുണ്ടായി? മൂവാണ്ടം മാങ്ങ തന്നെ ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു വലിയ ആത്മീയ സത്യം നിങ്ങളോട് പറയാം. ഒരു പാപിയായ ഒരു മനുഷ്യൻ അവന് ഒരിക്കലും സ്വയം അവൻ്റെ പാപ അവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കുവാൻ, അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ്റെ സ്വന്തം കഴിവ് കൊണ്ടോ, അവൻ്റെ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ, അവൻ്റെ മിടുക്ക് കൊണ്ടോ, അവൻ്റെ യോഗ്യതകൾ കൊണ്ടോ ഒന്നും ഒരിക്കലും അത് സ്വയം സാധ്യമല്ല. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൃഷിക്കാരൻ വന്ന്, ഈ മാവിൻ്റെ ഉടമസ്ഥൻ വന്ന് ഒരു കാര്യം ചെയ്തു. ഒരു അൽഫോൺസ മാവിൻ്റെ ഒരു ശിഖരം ഈ മൂവാണ്ടൻ മാവിൻ്റെ ശിഖരത്തോട് ചേർത്ത് വെച്ചു. എന്താണ് ആ പരിപാടിക്ക് പറയുന്ന പേര്? നമുക്കറിയാം, ബഡ്ഡിങ് എന്ന് പറയും അല്ലേ? അപ്പോൾ അൽഫോൺസ മാവിൻ്റെ ആ ശിഖരം മൂവാണ്ടൻ മാവിനോട് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ പഴയ ശിഖരത്തെ മുറിച്ചു കളഞ്ഞു. കുറേ നാൾ കഴിഞ്ഞു,
ആ ചേർത്ത് വെച്ച ആ ശിഖരം അവിടെ നിന്ന് വളരാൻ തുടങ്ങി. അത് വളർന്ന് അതിൽ നിന്ന് ഫലങ്ങൾ പുറപ്പെട്ടു. എന്ത് ഫലമായിരിക്കും പുറപ്പെട്ടത്? അൽഫോൺസ മാവിൻ്റെ ഫലം പുറപ്പെട്ടു. അൽഫോൺസ മാങ്ങകൾ അതിലുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപിയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവാകുന്ന മുകുളത്തെ ചേർത്ത് വെച്ചാൽ ആ വ്യക്തി നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങും. വിശുദ്ധിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈ മാവിൻ്റെ കഴിവല്ല, മറിച്ച് ആ മാവിനോട് ഏത് മാവിൻ്റെ ശിഖരം ചേർത്ത് വെച്ചോ അതിൻ്റെ ഫലമാണ് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ പാപിയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വന്നാൽ അവന് യേശുവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ആത്മീയ സത്യം നമ്മൾ തിരിച്ചറിയണം. നമുക്കൊരിക്കലും നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ഒരു ആത്മീയ ജീവിതം നയിക്കുവാനോ സ്വയം ഒരു നീതിമാനായി ജീവിക്കുവാനോ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. എന്നാൽ യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, യേശുവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ, അവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയായി തീരുകയാണ്. അവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് നീതിമാനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവം യേശുക്രിസ്തു മുഖാന്തരമായി എൻ്റെ പാപങ്ങൾ എനിക്കെതിരെ പരിഗണിക്കുക പോലും ചെയ്യാതെ എന്നെ സൗജന്യമായി നീതീകരിച്ചു എന്ന സത്യത്തെ ഏറ്റെടുക്കുന്നവനാണ് പുതിയ നിയമത്തിലെ നീതിമാൻ എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ന്യായപ്രമാണം അനുസരിച്ച് അവൾക്ക് ജീവിച്ചിരിക്കുവാനുള്ള അർഹതയില്ല. അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ അവളെ കൊണ്ടുവന്നപ്പോൾ യേശു അവളെ സൗജന്യമായിട്ട് നീതീകരിച്ചു. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയെ പോലെ യേശു അവളെ പരിഗണിച്ചു. ആ സത്യം അവൾ തിരിച്ചറിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ആടിമൂടി മാറിപ്പോവുകയാണ്. ആൾത്താരയിൽ വണങ്ങപ്പെടത്തക്ക വിധത്തിൽ അവളൊരു മഹാവിശുദ്ധയായിട്ട് മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താങ്കൾ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്കിൽ, ആ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ദൈവം യേശുക്രിസ്തു വഴിയായി നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്കെതിരെ കണക്കിട്ടിട്ട് പോലും ഇല്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ആർക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ മേൽ ആർക്കും കുറ്റമാരോപിക്കുവാൻ കഴിയുകയില്ല. എഫെസ്യസ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം: അതുകൊണ്ട് നിങ്ങൾ നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ. പട്ടാളക്കാർ യുദ്ധത്തിന് പോകുമ്പോഴേ അവര് വലിയ കവചം ധരിക്കാറുണ്ട്, ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രം ധരിക്കാറുണ്ട്. ശത്രുവിൻ്റെ വെടിയുണ്ട അവരുടെ ശരീരത്തിൽ പതിക്കാതിരിക്കുവാൻ, അവർക്ക് അപകടം ചെയ്യാതിരിക്കാൻ, ജീവഹാനി സംഭവിക്കാതിരിക്കാൻ അവരൊരു വലിയ ബുള്ളറ്റ് പ്രൂഫ് കവചം ധരിക്കാറുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നീതിയുടെ കവചം ധരിക്കുവിൻ. എങ്ങനെയാണ് നീതിയുടെ കവചം ധരിക്കുന്നത്? ദൈവം എൻ്റെ തെറ്റുകൾ എനിക്കെതിരെ കണക്കിട്ടിട്ടില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, ദൈവം അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, നിങ്ങൾ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ, പിശാചിന് നിങ്ങളെ തൊടാൻ പോലും പറ്റത്തില്ല. പിശാചിന് നിങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. അവൻ കുറ്റപ്പെടുത്തും, പക്ഷേ
നിങ്ങൾക്ക് പറയാൻ പറ്റും, നീ പോടാ പിശാചേ, എൻ്റെ ദൈവം എന്നെ സൗജന്യമായിട്ട് നീതീകരിച്ച് അവൻ എന്നെ വീണ്ടെടുത്തവനാ, അവൻ എന്നെ രക്ഷിച്ച ദൈവമാ, അവൻ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു. ഈ തിരിച്ചറിവ് പ്രാപിച്ച ഒരു വ്യക്തിക്ക്, പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയെ ആർക്കും കുറ്റപ്പെടുത്താനോ പഴയ പാപങ്ങളെ പറഞ്ഞുകൊണ്ട് നിന്നെ അവമാനിക്കാനോ ഒരിക്കലും കഴിയുകയില്ല. ഒരിക്കലും അതിന് കഴിയുകയില്ല. ആരെല്ലാം നിങ്ങൾക്കെതിരെ കുറ്റം ആരോപിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞാൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ സ്വയം പറയണം, ഞാൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവം എൻ്റെ തെറ്റുകൾ എനിക്കെതിരെ കണക്കിട്ടിട്ട് പോലുമില്ല. ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാം. റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനുമാണ് ഇപ്രകാരം ചെയ്തത്. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ നമ്മുടെ പഴയ പാപങ്ങളെ മുഴുവൻ അവഗണിച്ചു കളഞ്ഞു. നിങ്ങൾ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ പാപിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഞാൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. അപ്പം നമുക്കൊരു സംശയം ന്യായമായിട്ട് തോന്നാം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവമേ, ഞാനൊരു പാപിയാണ്, ഞാൻ മരണം വരെയും ഞാൻ പാപിയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഞാൻ പാപിയാണ് എന്ന്, വാസ്തവത്തിൽ നമ്മൾ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്, എന്നിട്ടും ഞാൻ പാപിയാണ് എന്ന് ഏറ്റുപറയുന്നതിലെ സാങ്കത്യം എന്താ? ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി ആലോചിച്ചു. ഒരു ദിവസം പ്രാർത്ഥനയുടെ മധ്യേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, എടാ മോനെ, നീ ആ മാവിൻ്റെ കഥ നീ പറഞ്ഞില്ലേ, ആ മാവിൻ്റെ കഥ നീ ഒന്നുകൂടെ ഓർത്തേ. ആ മൂവാണ്ടമ്മാവിൽ ഇപ്പോൾ അൽഫോൺസ മാമ്പഴം കിളിർത്ത് വരുന്നുണ്ട്. അൽഫോൺസ മാമ്പഴമാണ് ഇപ്പോൾ അതിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ കുറ്റി അതിപ്പോഴും പഴയ മൂവാണ്ടമ്മാവ് തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിലും നമ്മൾ സ്വഭാവത്താലെ ജഡപ്രകൃതമുള്ളവരാണ്. നമ്മുടെ ഈ ജഡശരീരത്തിലേക്ക്, പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഈ ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വന്നു. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം കടന്നു വന്നു. അവൻ നമ്മളെ സൗജന്യമായി നീതീകരിച്ചു. അതിൻ്റെ ഫലമായി അവൻ്റെ ഫലങ്ങൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അടിസ്ഥാനപരമായി ഞാനിപ്പോഴും പാപി തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് ഞാനിപ്പോഴും പറയാറുള്ളൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നന്മയിൽ ആശ്രയിക്കരുത്, സ്വന്തം കഴിവിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളവൻ, അവൻ്റെ നന്മകളാണ് നിങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ടത്. ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്ന മദ്യപാനികളായിട്ടുള്ള, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, പുകവലിക്കുന്ന അങ്ങനെയൊക്കെയുള്ള സഹോദരങ്ങളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവിൽ ആശ്രയിക്കരുത്, മറിച്ച് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. അതുവഴി നിങ്ങൾ അവൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിത്തീരും. അപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ അടിസ്ഥാനപരമായി പാപി തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വെളിപാട് നിങ്ങൾ സ്വീകരിച്ച്, യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കണമേ എന്ന് എൻ്റെ കൂടെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? അവൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരും. അവൻ നിങ്ങളെ സൗജന്യമായി നീതീകരിച്ചു എന്ന സത്യം നിങ്ങൾ അറിയും. നിങ്ങൾ നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങും. പാപിയായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്ന് യേശുവിൻ്റെ നന്മകളെ പുറപ്പെടുവിച്ച് ഒരു ദൈവിക മനുഷ്യനാക്കി അവിടുന്ന് നിന്നെ മാറ്റാനായിട്ട് പോവുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ,
പാപിയെ വീണ്ടെടുക്കാൻ വന്ന നല്ല ദൈവമേ, അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കണമേ. എൻ്റെ പാപങ്ങൾ എനിക്കെതിരെ കണക്കിട്ടിട്ട് പോലും ഇല്ല എന്നുള്ള വലിയ തിരിച്ചറിവ് നീ എൻ്റെ ഹൃദയത്തിൽ പകർന്നതിനായിട്ട് നന്ദി പറയുകയാണ്. കർത്താവെ, ഒരു പുതിയ ജീവിതം നയിക്കുവാൻ അങ്ങ് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ. അങ്ങയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായി പാപിയായ എന്നെ നീ രൂപാന്തരപ്പെടുത്തുന്നതിന് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്.